ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ലോകത്തെ വമ്പൻ മദർഷിപ്പുകൾക്ക് പ്രിയപ്പെട്ട ഇടമായി മാറി വിഴിഞ്ഞം തുറമുഖം. മുൻനിര കപ്പൽ കമ്പനികളുടെ വമ്പൻ കപ്പലുകളാണ് അടുത്ത 3 മാസങ്ങളിൽ വിഴിഞ്ഞത്തേക്ക് എത്തുക. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെയും മർസ്കിന്റെയും വലിയ കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. 20,000-ലധികം TEU ശേഷിയും 400 മീറ്ററിലധികം നീളവുമുള്ള MSCയുടെ 23 കപ്പലുകളാണ് ഈ കാലയളവിൽ വിഴിഞ്ഞത്തേക്ക് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറീന ഉൾപ്പെടുന്ന MSCയുടെ ജെയ്ഡ് സർവീസിൽ വിഴിഞ്ഞത്തെ ഉൾപ്പെടുത്തിയതോടെയാണ് ഇതിന് സാഹചര്യമൊരുങ്ങിയത്. കഴിഞ്ഞ മാസം നടന്ന കോൺക്ലേവിൽ വിഴിഞ്ഞത്തെ പ്രധാനപ്പെട്ട തുറമുഖമായി കമ്പനി കണക്കാക്കുന്നതായി MSC പ്രതിനിധികൾ അറിയിച്ചിരുന്നു. ട്രയൽ റൺ ഉൾപ്പെടെ 5 മാസത്തിനിടെ വിഴിഞ്ഞത്ത് 170 കപ്പലുകളാണ് വന്നുപോയത്. ലോകത്തെ തന്നെ വലിയ കപ്പലായ MSCയുടെ കെയ്ല, ക്ലൗഡ്, ജിറാഡേറ്റ് എന്നിവയും ഉൾപ്പെടുന്നു. ഇത്രയും കപ്പലുകളിലായി 3.70 ലക്ഷം TEU ചരക്ക് വിഴിഞ്ഞത്തെത്തി. ഇത് ലോകത്തെ തന്നെ ഏത് പുത്തൻ തുറമുഖത്തെയും വെല്ലുന്നതാണ്. കൂടാതെ ജനുവരിയിൽ ചരക്കു നീക്കത്തിൽ വിഴിഞ്ഞം തുറമുഖം ചെന്നൈക്ക് പിന്നിൽ ദക്ഷിണേന്ത്യയിൽ 2ാം സ്ഥാനത്തെത്തി. സാധാരണ ചെറിയ കപ്പലുകൾ വന്നെടുക്കുന്നതുപോലെ മദർഷിപ്പുകൾക്ക് ആയാസം കൂടാതെ എത്താൻ കഴിയുമെന്നതാണ് വിഴിഞ്ഞത്തെ വമ്പൻ കമ്പനികളുടെ ഇഷ്ടയിടമാകാൻ കാരണം. ഓട്ടോമേറ്റഡ് ക്രെയിൻ സംവിധാനമായതിനാൽ കയറ്റിറക്കുമതിയിൽ വൻതോതിൽ സമയലാഭമുണ്ടാകുന്നതും കപ്പൽ കമ്പനികൾക്ക് ഗുണകരമാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മാർക്കറ്റിംഗ് കോളുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ ട്രായ്. വ്യക്തിയുടെ സമ്മതമില്ലാതെ വരുന്ന ഇത്തരം കോളുകൾക്ക് 10 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കുന്ന തരത്തിൽ നിയമം കർശനമാക്കാനാണ് തീരുമാനം. വ്യക്തിയുടെ സ്വകാര്യതയ്ക്കും സമയത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകിയാണ് നിയമങ്ങൾ കർശനമാക്കാൻ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി മാർക്കറ്റിംഗ് കോളുകൾ ഒഴിവാക്കുവാനും ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാനുമായി ഡു നോട്ട് ഡിസ്റ്റർബ് ആപ്പും ട്രായ് അവതരിപ്പിച്ചിട്ടുണ്ട്. ടെലികോം കൊമേഴ്സ്യൽ കമ്മ്യൂണിക്കേഷൻ കസ്റ്റമർ പ്രിഫറൻസ് റെഗുലേഷൻസ് പ്രകാരമുള്ള ഏറ്റവും പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ആവശ്യപ്പെടാത്ത വാണിജ്യ ആശയവിനിമയങ്ങൾക്ക് 2 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ പിഴ ചുമത്തും. സാമ്പത്തികമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് കോളുകളോ സന്ദേശങ്ങളോ ആണെങ്കിൽ ആദ്യഘട്ടത്തിൽ 2 ലക്ഷം രൂപയാണ് പിഴ ചുമത്തുക. രണ്ടാമത്തെ ലംഘനത്തിന് 5 ലക്ഷം രൂപയും ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങൾക്ക് പരമാവധി 10 ലക്ഷം രൂപയും പിഴ ഈടാക്കും. ഇതിനു പുറമെ പ്രൊമോഷണൽ സന്ദേശങ്ങൾ തടയുന്നതിനും പരാതികൾ റിപ്പോർട്ട് ചെയ്യാനും പരാതികളുടെ നില ട്രാക്ക് ചെയ്യുന്നതിനുമുള്ള സൗകര്യം DND ആപ്പിൽ സജ്ജമാണ്. മൊബൈൽ നമ്പറിലേക്ക് വരുന്ന കോളുകൾക്കും സന്ദേശങ്ങൾക്കും മാത്രമാണ് ഈ നിയമങ്ങൾ ബാധകമാകുന്നത്. വാട്സാപ്പ് പോലെയുള്ള OTT ആപ്പുകൾ ഈ നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നും ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി മൊബൈൽ ഉപയോക്താക്കൾക്ക് വാണിജ്യ സന്ദേശങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള വഴിയും പുതിയ മാർഗനിർദ്ദേശങ്ങളിലുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സാംസങ്ങിന്റെ ശ്രീപെരുമ്പത്തൂർ പ്ലാന്റിലെ തൊഴിലാളി സമരം കൂടുതൽ രൂക്ഷമാകാൻ സാധ്യത. പണിമുടക്കിന് നേതൃത്വം നൽകുന്ന CITU ഈ മാസം 20, 21 തീയതികളിൽ പുതിയ പ്രതിഷേധം പ്രഖ്യാപിച്ചു. സമരം സമീപത്തുള്ള വ്യവസായ കേന്ദ്രങ്ങളിലേക്കും വ്യാപിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. CITUവിന് പിന്തുണയുള്ള സാംസങ് ഇന്ത്യ വർക്കേഴ്സ് യൂണിയൻ ബുധനാഴ്ച തമിഴ്നാട് തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കമ്പനി മാനേജ്മെന്റുമായി വീണ്ടും ചർച്ച നടത്തും. പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് CITUവിന്റെ തീരുമാനം. ഫെബ്രുവരി 20-ന് ശ്രീപെരുമ്പത്തൂരിലെ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഓഫീസിന് പുറത്ത് ലോക്ക്ഡൌൺ പ്രതിഷേധം CITU ആസൂത്രണം ചെയ്തു. ഫെബ്രുവരി 21-ന് തമിഴ്നാട് സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് പ്രൊമോഷൻ കോർപ്പറേഷൻ ലൊക്കേഷനുകളിലും മറ്റ് വ്യവസായ കേന്ദ്രങ്ങളിലേക്കും ട്രേഡ് യൂണിയൻ പ്രകടനങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 5 മുതൽ 3 തൊഴിലാളി നേതാക്കളെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് പണിമുടക്ക് ആരംഭിച്ചത്. ഫാക്ടറിയിൽ 500-ലധികം തൊഴിലാളികൾ കുത്തിയിരിപ്പ് സമരം നടത്തിവരികയാണ്. തമിഴ്നാട് തൊഴിൽ ഉദ്യോഗസ്ഥരുടെ മധ്യസ്ഥതയിൽ പലവട്ടം ചർച്ചകൾ നടത്തിയെങ്കിലും പ്രതിസന്ധി പരിഹരിക്കാനായില്ല. അതേസമയം ഫാക്ടറി വളപ്പിനുള്ളിൽ ഒരു വിഭാഗം തൊഴിലാളികൾ നടത്തുന്ന സമരം നിയമവിരുദ്ധമാണെന്ന് സാംസങ് മാനേജ്മെന്റ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. 2024 ഫ്യൂച്ചർ ബ്രാൻഡ് ഇൻഡെക്സ് പട്ടികയിൽ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസിന് 2ാം സ്ഥാനം. ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, നൈക്ക് തുടങ്ങിയ കമ്പനികളെ പിന്തള്ളിയാണ് റിലയൻസ് 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. സാംസങ് ആണ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. പുതിയ ട്രെൻഡുകളോട് പെട്ടെന്ന് പൊരുത്തപ്പെടുക, ബ്രാൻഡിനെ കുറിച്ച് ജനങ്ങൾക്കുള്ള പൊതുബോധം എന്നിവയാണ് പട്ടികയുടെ മാനദണ്ഡം. ലോകഭീമന്മാരായ ആപ്പിൾ, നൈക്ക്, വാൾട്ട് ഡിസ്നി, മൈക്രോസോഫ്റ്റ് എന്നിവയെല്ലാം പിന്തള്ളിയാണ് റിലയൻസ് ഈ നേട്ടം സ്വന്തമാക്കിയത്. ഏഷ്യ പസഫിക് മേഖലയിലെ രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റിലും ഇത്തരം ബ്രാൻഡുകൾക്കുള്ള സ്വീകാര്യത വർദ്ധിച്ചു വരികയാണെന്നും
US, യൂറോപ്പ് എന്നിവിടങ്ങളിൽ ഉണ്ടായി വന്ന വളർച്ചയ്ക്ക് സമാനമാണ് ഇപ്പോഴുള്ള ഈ വളർച്ചയെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. 2023 13-ാം സ്ഥാനത്തായിരുന്നു റിലയൻസ്. അവിടെ നിന്നാണ് 2024 എത്തുമ്പോൾ കമ്പനി 2-ാം സ്ഥാനത്തേക്ക് എത്തിയത്. എന്നാൽ പട്ടികയിൽ അമേരിക്കൻ കമ്പനികളുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. മുൻവർഷങ്ങളിൽ 7 കമ്പനികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ വർഷം അത് 4 കമ്പനികളായി ചുരുങ്ങുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഇനി ഒറ്റ ആപ്പിൽ ലഭ്യമാകും. സ്വാറെയിൽ സൂപ്പർ ആപ്പ് പ്ലേ സ്റ്റോറിൽ എത്തിയതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. ബീറ്റ ടെസ്റ്റിന്റെ ഭാഗമായുള്ള ആപ്പാണ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ ആപ്ലിക്കേഷനുകളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് സമന്വയിപ്പിക്കുന്നതാണ് സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത സ്വാറെയിൽ സൂപ്പർ ആപ്പ്. റിസർവ് ചെയ്യുന്നതും അല്ലാത്തതുമായ ടിക്കറ്റ് ബുക്കിംഗുകൾ, പ്ലാറ്റ്ഫോം ടിക്കറ്റ്, പാഴ്സൽ ബുക്കിംഗ്, ട്രെയിൻ അന്വേഷണങ്ങൾ, PNR അന്വേഷണങ്ങൾ, റെയിൽ മദാദ് വഴിയുള്ള സഹായം തുടങ്ങിയ സേവനങ്ങളെല്ലാം ഈ ആപ്പിൽ ലഭ്യമാകും. കൂടാതെ ട്രെയിൻ ട്രാക്ക് ചെയ്യുവാനും ട്രെയിനിലേക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാനും ആപ്പിലൂടെ കഴിയും. നിലവിലുള്ള റെയിൽ കണക്ട് അല്ലെങ്കിൽ UTS മൊബൈൽ ആപ്പ് ക്രെഡൻഷ്യലുകൾ ഉപയോഗിച്ച ഉപയോക്താക്കൾക്ക് ആപ്പിൽ കയറാം. സൂപ്പർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അതേ ക്രെഡൻഷ്യൽ ഇന്ത്യൻ റെയിൽവേയുടെ നിലവിലുള്ള 2 ആപ്പുകളിലും സൂപ്പർ ആപ്പിലും പ്രവർത്തിക്കും. swareil.support@kris.org.in എന്ന വിലാസത്തിൽ ആപ്പിനെ കുറിച്ചുള്ള പ്രതികരണവും അറിയിക്കാം. ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാമെന്നും റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.